പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കാര്യം, സ്കേലബിലിറ്റിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വീഡിയോയിൽ. ഇനിയുള്ളത് പാഷൻ്റെ കാര്യമാണ്. അത് പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും എപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇനി പറയാനുള്ളത്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗവൺമെൻറ് ഏജൻസീസിനെ കൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടൈമിംഗ് ആണ്. നമ്മൾ തുടങ്ങാൻ പോകുമ്പോഴത്തേനും അത് ടു ഏർലി ആവാനും പാടില്ല, ടു ലേറ്റ് ആവാനും പാടില്ല. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ടു ഏർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫ്ലൈയിങ് കാർസ് വരുന്നുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫ്ലൈയിങ് കാർസിൻ്റെ സ്പെയർ പാർട്സിന് വേണ്ടിയിട്ടൊരു ഓൺലൈൻ സ്റ്റോറൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, അത് മേടിക്കാനായിട്ട് ആരുമില്ല. അത് ഭയങ്കര ഏർലിയാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഇപ്പം അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരില്ല. അതുപോലെ ടു ലേറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ഗ്രോസറി ഡെലിവറി ആപ്സുകൾ ഉണ്ടായിരുന്നു. അതിലൊരു 99% ആപ്സ് ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് ഓൾറെഡി ലേറ്റാണ്. ഇനി അത് തുടങ്ങിയിട്ട് കാര്യമില്ല. ഒരുപാട് പേര് അത് സ്റ്റാർട്ട് ചെയ്ത് അത് ഡെഡായി പോയതാണ്.